മക്കളെ, ഇന്ന് നമുക്ക് ചട്പട് ഓർ നടുക്കട് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറും അതുപോലെ തന്നെ ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളിലൂടെയാണ് നമ്മുടെ ചാനലിൻ്റെ വളർച്ച. അത് നിങ്ങൾ മറക്കാതിരിക്കണം. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഇങ്ങനെ ഒരു ക്ലാസ് ഉള്ള കാര്യം നിങ്ങളിലൂടെ മറ്റു കുട്ടികൾ അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, और बड़े को तो छोटे का ध्यान रखना ही पड़ता है. माम के इस कथन से आप क्या समझते हैं? और बड़े को तो छोटे का ध्यान रखना ही पड़ता है. മുതിർന്നവരാണ് ചോട്ടേക്ക ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് എന്ന് അമ്മ പറഞ്ഞല്ലോ. മാം കെ ഇസ് കഥൻ സേ ആപ്പ് ക്യാ സമജ്തേ ഹേ. അമ്മ ഇങ്ങനെ പറഞ്ഞതിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അമ്മ അങ്ങനെ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അമ്മ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? എന്തോ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കല്ലോ അമ്മയ്ക്ക്. അപ്പൊ അത് വെച്ചിട്ടാണല്ലോ അമ്മ നീയാണ് ചെറിയ കുട്ടിയെ നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അമ്മ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. इस उपदेश से माम चटपट को अपने द्वायित्व का बोध जगाती है. ഈ ഒരു ഉപദേശത്തിലൂടെ, ഈ ഒരു പറച്ചിലൂടെ അമ്മ ചട്പടുക്കോ അപ്പനെ ദായിത്വ ബോധ ജഗാത്തി ഹെ. ചട്പടിന് അമ്മ തന്റെ ഉത്തരവാദിത്വത്തിന്റെ ബോധം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ചേട്ടനാണ്, അതുകൊണ്ട് തന്നെ അനുജനെ നോക്കണം എന്ന ആ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ആ ഒരു ഉത്തരവാദിത്വ ബോധം ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജഗാത്തി ഹെ, ജനിപ്പിക്കുന്നു ആ ചേട്ടന്റെ മനസ്സിലേക്ക്. और दोनों के बीच का प्यार का संबंध अधिक मजबूत करना चाहती है. കൂടെ തന്നെ दोनों के बीच का प्यार, രണ്ടു പേരുടെയും ഇടയിലുള്ള സ്നേഹം, ചേട്ടാനുജന്മാർ സഹോദരന്മാർ തമ്മിൽ സ്നേഹം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ രണ്ടു പേരുടെയും ഇടയിലുള്ള സ്നേഹം, പ്യാർ കാ സംബന്ധ്, സ്നേഹത്തിന്റെ ആ ബന്ധം അധിക മസ്ബൂത് കർണാ ചാത്തിയെ, കൂടുതൽ ദൃഢമാക്കാനും കൂടെ അമ്മ ആഗ്രഹിക്കുന്നു. ചേട്ടാനുജന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ദൃഢത വർദ്ധിപ്പിക്കാനും ചേട്ടന് അനുജനെ നോക്കണം എന്ന ഉത്തരവാദിത്ത ബോധം ജനിപ്പിക്കാനും വേണ്ടിയാണ് അമ്മ എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. നടുക്കട് കുച്ച് സ്യാദാ ഹി നടുക്കട് ഹെ, ഐസാ ക്യോ കഹാ ഗയാ ഹെ. നടുക്കട് കുറച്ച് കൂടുതൽ വികൃതിയാണ്. നടുക്കട് എന്നാണ് പേര്, വികൃതി എന്നാണ് പേര്. പേര് പോലെ തന്നെ എന്താണ്, കുറച്ച് കൂടുതൽ വികൃതിയാണ്. ഐസാ ക്യോ കഹാ ഗയാ ഹെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നടുക്കട് കുറച്ച് കൂടുതൽ വികൃതിയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. നടുക്കട് കുച്ച് സ്യാദാ ഹി നടുക്കട് ഹെ ഐസാ इसलिए कहा गया है क्योंकि नड़कड़ हमेशा गेल और मस्ती में रहता था. നടുക്കട് കുറച്ച് കൂടുതൽ വികൃതിയാണ് എന്ന് പറയാനുള്ള കാരണം ഇസ്ലിയെ കഹാ ഗയാ ഹെ, ഇക്കാരണത്താലെയാണ് അങ്ങനെ പറയുന്നത്. എന്താണ് കാരണം? ക്യോംകി, എന്തുകൊണ്ടെന്നാൽ നടുക്കട് ഹമേശ ഗേൽ ഓർ മസ്തി മേ രഹതാ താ. നടുക്കട് എപ്പോഴും, ഹമേശ എപ്പോഴും, എപ്പോഴും എങ്ങനെയാണ്? ഗേൽ ഓർ മസ്തി, കളിയും തമാശയും, കളിയും എൻജോയ്മെന്റ്, എപ്പോഴും എൻജോയ് ചെയ്തത്, തമാശയായിട്ട് നല്ല കളിച്ച് ചിരിച്ചുള്ള ജീവിതം അല്ലെ. ഗേൽ ഓർ മസ്തി, കളിയും എൻജോയ്, ഈ രണ്ട് കാരണത്താലെയാണ് നടുക്കട് വികൃതിയാണ്, കൂടുതൽ വികൃതിയാണ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവൻ പല കാര്യങ്ങളും, പല വികൃതിതരങ്ങളും കാണിക്കുന്നത് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചതാണ് അല്ലെ. മരത്തിന്റെ വേര് പിടിച്ചാടുന്നതും, പിന്നെന്താണ്, പിന്നെ നദിയിലെ വെള്ളത്തിലേക്ക് ചാടുന്നു, കടലാസ് തോണി ഉണ്ടാക്കി കളിക്കുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. കപ്പടെ സുഖാനെ കെ ലിയെ ദോനോ ഭായിയോനെ ഏക് ഉപായ കിയ. വസ്ത്രം ഉണക്കാൻ വേണ്ടിയിട്ട് രണ്ട് സഹോദരന്മാരും കൂടെ ഒരു ഉപായം കണ്ടെത്തിയല്ലോ. അത് ക്യാ ക്യാ ഉപായ ഹോ സക്ത. ഇത് കൂടാതെ എന്തെല്ലാം ഉപായങ്ങളാണ് ഉള്ളത് എന്നാണ് ചോദ്യം. നോക്കാം. കപ്പടെ ധൂമയും ബിച്ചായയും. കപ്പട എങ്ങനെ ചെയ്യാം? വസ്ത്രം വെയിലിൽ ഉണക്കാം. ബിച്ചാനാണ് വിരിക്കുക, വെയിൽ വിരിച്ചിട്ട് ഉണക്കാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമോ? പങ്കുക്കെ നീച്ചെ ബിച്ചായം, ഫാനിന്റെ താഴെ വിരിക്കാം. വെയിലിൽ വിരിക്കാം, അതുപോലെ തന്നെ ഫാനിന്റെ താഴെ, അതായത് വെയിലിൽ ഉണക്കാം. പിന്നെ എങ്ങനെ ചെയ്യാം? ആ കാറ്റത്തിലെ ഫാനിന്റെ താഴെ ഇട്ടിട്ട് കാറ്റിലും നമുക്ക് വസ്ത്രം ഉണക്കാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം വരുന്നത്,
കഹാനി കെ പാത്രോം കി വിശേഷതായ പഹചാനെ സഹി മിലാൻ കരീം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. സഹി മിലാനാണ് പറഞ്ഞിരിക്കുന്നത്. നടുക്കട് ചട്പട് രണ്ടും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കോ എന്ന് തന്നിട്ടുണ്ട്. കാഗസ് കി നാവ് ബനാന ആത്താ ഹെ, ആർക്കാണ് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയുന്നത്? നദിമേ തർന ആത്താ ഹെ, ആർക്കാണ് നദിയിൽ നീന്താൻ അറിയുന്നത്? ബാഗ് സെ ആം തോടത്താ ഹെ, ആരാണ് തോട്ടത്തിൽ നിന്നും മാങ്ങ പറിച്ചെടുക്കുന്നത്? മാംസെ ശിക്കായത്ത് കർത്താ ഹെ, ആരാണ് അമ്മയോട് പരാതി പറയുന്നത്? ബർഗദ് കി ജഡേ പക്കഡ് കർ ജൂല ജുൽത്താ ഹെ, ആൽമരത്തിന്റെ വേര് പിടിച്ച് ഊഞ്ഞാലാടുന്നത് ആരാണ്? ചോട്ടേ കാ ഹാത്ത് പക്കഡ് കർ ദൗഡാത്താ ഹെ, ചെറിയ കുട്ടിയുടെ കൈ പിടിച്ച് ഓടിപ്പിക്കുന്നത് ആരാണ്? ആ രണ്ടു പേരുടെയും പേര് ഇവിടെ തന്നിട്ടുണ്ട്, നടുക്കട് ഓർ ചട്പടിലെ. അത് നമ്മൾ കോ എന്ന് ചേർക്കേണ്ട സ്ഥാനത്ത് ഈ കോ ചേർത്തിട്ട് നമ്മൾ കൂട്ടി എഴുതണം. അപ്പൊ നമുക്ക് നോക്കാം, എഴുതിയത് നോക്കാം. നടുക്കട് കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹെ, നടുക്കടിന് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയാം അല്ലെ. അപ്പൊ നടുക്കട് പിന്നെ കോ പിന്നീട് കാഗസ് കി നാവ് ബനാന ആത്താ ഹെ. അടുത്ത വരുന്നത് നടുക്കട് ബാഗ് സെ ആം തോടത്താ ഹെ, നടുക്കട് പിന്നെ ഇവിടെ കോ ചേർക്കണ്ട, നേരെ എഴുതിയാൽ മതി. നടുക്കട് ബാഗ് സെ ആം തോടത്താ ഹെ. പിന്നീട് വരുന്നത് നടുക്കട് ബർഗദ് കി ജഡേ പക്കഡ് കർ ജൂല ജുൽത്താ ഹെ അല്ലെ. അപ്പൊ നടുക്കട് നേരെ എഴുതിയാൽ മതി. നടുക്കട് ബർഗദിന്റെ വേര് പിടിച്ചിട്ട് ആടുന്നു എന്നത് കോ ചേർക്കണ്ട, കോ ചേർക്കാതെ എഴുതാം. കോ ചേർക്കേണ്ടത് കാഗസ് കി നാവ് എന്നുള്ളിലേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കോ ചേർത്താൽ മതി. അടുത്തത് വരുന്നത് ചട്പട് കോ നദീമേ തർന ആത്താ ഹെ, അതുപോലെ തന്നെ ചട്പടിന് നദിയിൽ നീന്താൻ അറിയാം അല്ലെ. അപ്പൊ ചട്പട് കോ ചേർത്തിട്ട് നദീമേ തർന ആത്താ ഹെ എന്ന് എഴുതാം. ബാക്കി രണ്ടെണ്ണം നമ്മൾ കോ ചേർക്കാതെയാണ് എഴുതേണ്ടത്. ചട്പട് മാംസെ ശിക്കായത്ത് കർത്താ ഹെ, ചട്പട് ചോട്ടേ കാ ഹാത്ത് പക്കഡ് കർ ദൗഡാത്താ ഹെ. ഓക്കെ, ഇനി നമുക്ക് എഴുതിയത് നോക്കാം. നടുക്കട് കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹെ, ചട്പട് കോ നദി മേ തൈർന ആത്താ ഹെ, നടുക്കട് കാഗസ് സെ നടുക്കട് ബാഗ് സെ ആം തോड़ता है, चटपट माम से शिकायत करता है, नड़कड़ बरगद की जड़ें पकड़ कर झूला झूलता है, चटपट चोटे का हाथ पकड़ कर दौड़ाता है. ഓക്കെ, അപ്പൊ അത്രയാണുള്ളത്. ഇനി അടുത്തത് വരുന്നത് കഹാനി സെ ശബ്ദ ജോഡെ ബനായേം അപ്പനെ വാക്യമേം പ്രയോഗ കരയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഥയിൽ നിന്ന് ശബ്ദ ജോഡികൾ ബായി और മേം സാത്ത് സാത്ത് പഠിത്തേ और സാത്ത് സാത്ത് ഈ ഗിർത്തേ ഹെ എന്നാണ്. ഉദാഹരണമായിട്ട് നമുക്കിവിടെ ചോദ്യം ഇവിടെ ഉണ്ട്, കണ്ടോ? ബായി और മേം സാത്ത് സാത്ത് പഠിത്തേ और സാത്ത് സാത്ത് ഈ ഗിർത്തേ, സഹോദരൻ ഞാനും ഒന്നിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ഒന്നിച്ച് കളിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ലേ. അതിന് നമ്മൾ ഇതുപോലെയുള്ള സെന്റൻസുകളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ എഴുതിയത് നോക്കാം. ബായി തേസ് തേസ് ചൽത്ത और മേം ധീരെ ധീരെ ചൽത്ത. ബായി തേസ് തേസ്, സഹോദരൻ സ്പീഡിൽ നടക്കും, ഞാൻ പതുക്കെ നടക്കും. മേം സ്കൂൾ ജാത്തെ വക്ത് പുൽ സെ നദി കി ഓർ ബാർ ബാർ ദേഖ്താ, ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് പാലത്തിൽ നിന്നും നദിയിലേക്ക് നിരന്തരം നോക്കും. മേം കാഗസ് കി നാവെ ഏക് ഏക് കർക്കെ പാനി മേ ബഹാത്ത, ഞാൻ കടലാസ് തോണി ഓരോന്നെടുത്തിട്ട് എന്ത് ചെയ്യും? വെള്ളത്തിൽ ഒഴുക്കും. ഇത്രയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ചട്പട് കോ തൈർന ആത്താ ഹെ, നട്കട് കോ നാവ് ബനാന ആത്താ ഹെ, ലിഖിയെ ആപ്കോ ക്യാ ക്യാ ആത്താ ഹെ. ചട്പടിന് എന്ത് ചെയ്യാൻ അറിയാം? നീന്താൻ അറിയാം. നടുക്കടിന് തോണി ഉണ്ടാക്കാൻ അറിയാം. നിങ്ങൾക്ക് എന്താണ് അറിയുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഇവിടെ തന്നിരിക്കുന്നു. മുജെ സൈക്കിൾ ചലാന ആത്താ ഹെ, എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം. ഇനി നിങ്ങൾക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ മുജെ സ്കൂട്ടി ചലാന ആത്താ ഹെ, എനിക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയാം. പിന്നെ നിങ്ങൾക്ക് പാടാൻ അറിയാമെങ്കിൽ എന്തെഴുതാം? എനിക്ക് പാടാൻ അറിയാം. പിന്നീട് എന്ത് ചെയ്യാം? ഡാൻസ് ചെയ്യാൻ അറിയാമെങ്കിൽ എന്ത് ചെയ്യാം? നൃത്തം ചെയ്യാൻ അറിയാമെന്ന് എഴുതണം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് എന്താണോ അത് നിങ്ങൾ ഇവിടേക്ക് എഴുതി ചേർക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ് വരുന്നത്? സഹി പ്രസ്താവ് ചുൻകർ ലിഖിയെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദോനോ ഭായി അപ്പനെ ഗാവ് കെ സ്കൂൾ മേം പഠിത്തേ ഹെ, രണ്ട് സഹോദരങ്ങളും സ്വന്തം ഗ്രാമത്തിൽ സ്കൂളിൽ പഠിക്കുന്നു എന്നാണ് പറഞ്ഞത്. സ്വന്തം ഗ്രാമത്തിൽ സ്കൂളുണ്ടോ? ഇല്ല. അപ്പൊ അത് തെറ്റാണ് അല്ലെ. നടുക്കടിക്ക് ഗിട്ടി പോരാന ആത്താ ഹെ, നടുക്കടിന് എന്ത് ചെയ്യാൻ അറിയാം? ആ ഗിട്ടി, കല്ല് എറിയാൻ അറിയാം. വെള്ളത്തിലെ ഈ കല്ലിനെ ചുഴറ്റി എറിയൂലേ, അതിനറിയാം എന്നാണ് പറഞ്ഞത്. ശരിയാണ് അല്ലെ? ശരിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖിയും എന്നതില്
നടുക്കടുക്കോ ഗിട്ടി പൗരാൻ ആത്താ ഹെ ശരിയാണ്. ബഡാ ബായി പാഞ്ചവി കക്ഷമേ പഠിത്താ ഹെ എന്നത് ശരിയാണ്. വലിയ സഹോദരൻ ഏതിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചട്പടുക്കോ സ്കൂൾ കെ രാസ്തേ മേ കൈ ബാർ ചോട്ടേക്ക എന്തസാ കർണ പड़ता है. ചട്പടിന് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ പല തവണ ഈ ചെറിയ സഹോദരനെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ടി വരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ടി വരുന്നു എന്നത് ശരിയാണ്. ഇത് തെറ്റായിട്ട് വരുന്നത് ഏതാണ്? നടുക്കട് ഹമേശ രാസ്തേമേ രോത്തെ ഹുയെ സ്കൂൾ ജാത്തെ. നടുക്കട് എപ്പോഴും കരഞ്ഞോണ്ടാണ് സ്കൂളിലേക്ക് പോവുക. ശരിയാണോ? അല്ല, അത് തെറ്റാണ്. പിന്നെന്താണ്? ദോനോ ഭായി അപ്പനെ ഗാവ് കെ സ്കൂളിൽ പഠിത്തേ. 2 സഹോദരങ്ങൾ അവരുടെ സ്വന്തം ഗ്രാമത്തിലുള്ള സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അത് രണ്ടും തെറ്റാണ്. ബാക്കിയൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്. ബാക്കി 3 ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. अनुभव बांटे എന്നാണ് ചോദ്യം. चटपट और नटखट एक दूसरे को नाव बनाना और नदी में तैरना सिखाने का वादा करते हैं. इसी प्रकार का आपका कोई अनुभव बांटे. ചട്പട് നടുക്കടും 2 പേരും ഒരാൾ മറ്റൊരാളെ തോണി ഉണ്ടാക്കാൻ പഠിപ്പിക്കാമെന്നും പിന്നെ ഒരാൾ നീന്താൻ പഠിപ്പിക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ നിങ്ങൾക്ക് ഇപ്രകാരം നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ആ അനുഭവം പങ്കുവെക്കാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കുണ്ടായ അനുഭവമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷവും ഈ ക്ലാസ് എടുത്തതാണ്, വർക്കൊക്കെ ചെയ്തതാണ്. അതിൽ ഈ അനുഭവം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ അനുഭവം എഴുതി പറയുന്നില്ല. കഴിഞ്ഞ വർഷം എടുത്ത ക്ലാസ്സിലുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഇവിടെ കമൻറ്റ് ബോക്സിലിടാം. ആവശ്യമുള്ളവരെന്ത് ചെയ്യാം? ആ ക്ലാസ് എടുത്തിട്ട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റർ നോക്കാം. സർക്കാരി ഹൈസ്കൂൾ കൊല്ലം എന്നാണ് ഞാനിവിടെ എഴുതിയത്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര് എഴുതാം. പിന്നീട് ബായിക്ക് ജാൻ ബച്ചായി ചട്പടുക്കോ ബദായിയ എന്നെഴുതാം. സഹോദരൻ്റെ ജീവൻ രക്ഷിച്ച ചട്പടിന് ബദായിയ. ബദായി സമാരോഹ് ഒരു ഡേറ്റ് കൊടുക്കുക. അവിടെ 10 ജൂൺ 2018 കൊടുത്തത്. നിങ്ങളിവിടെ 10 ജൂൺ 2026 എന്ന് കൊടുക്കാം. 2026 ഈ ഡേറ്റിന് കൂടെ ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. 10 അല്ലെങ്കിൽ 20 26 ഏതെങ്കിലും ഡേറ്റ് കൊടുക്കുക. ജൂൺ 2026 കൊടുക്കുക. 2 ബഹർ 2 ബജെ ഉച്ചയ്ക്ക് 2 മണിക്കാണ്. സബ്കാ ഹാർദിക് സ്വാഗതം. ഇനി ഹാർദിക് എന്നത് എഴുതാൻ പ്രയാസമുണ്ടെങ്കിൽ സബ്കാ സ്വാഗത് എന്ന് മാത്രം എഴുതാം. വലുതാക്കി എഴുതാം, സബ്കാ സ്വാഗതം. ഓക്കെ, അപ്പം ഇതാണ് പോസ്റ്ററിൻ്റെ രൂപരേഖ വരുന്നത്. ഇനി അടുത്തതായിട്ട് चर्चा करें. मान ले आपको तैरना नहीं आता, नडकड़ की जान बचाने के लिए आप क्या करते? നിങ്ങൾക്ക് നീന്താൻ അറിയില്ല. ആപ്കോ തൈർന നഹി ആത്ത, നിങ്ങൾക്ക് നീന്താൻ അറിയില്ല. അങ്ങനെയാണെങ്കിൽ നടുക്കടുക്കി ജാൻ ബച്ചാനിക്ക്, നടുക്കടിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആപ്പ് ക്യാ കർത്തെ, നിങ്ങൾ എന്തു ചെയ്യും എന്നാണ് ചോദ്യം. ഇതിൻ്റെ ആൻസർ നമ്മൾ കഴിഞ്ഞ വർഷം എടുത്തിട്ടുള്ള ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ബോക്സിലിടാം. ആവശ്യമുള്ളവർ ആ ക്ലാസ് എടുത്തിട്ട് കാണുക. അതിൽ നിന്നും ഈ നോട്ട് എഴുതിയെടുക്കുക. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് സമച്ചേ ലിഖേ നമൂനെ ദേഖേ രേഖാങ്കിത് അംശ കാ ധ്യാൻ ദേം അർത്ഥഭേദ സമച്ചേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചട്പട് ദൗഡ് ലഗാത്താ ഹേ. ചട്പട് അതായത് അർത്ഥവ്യത്യാസം മനസ്സിലാക്കാനാണ് പറഞ്ഞത്. അർത്ഥവ്യത്യാസം മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചട്പട് ദൗഡ് ലഗാത്താ ഹേ, ചട്പട് ദൗഡ് ലഗാ രഹാ ഹേ. ചട്പട് ദൗഡ് ലഗാത്താ ഹേ എന്ന് പറഞ്ഞാൽ ചട്പട് എന്ത് ചെയ്യുന്നു? ഓടുന്നു. ചട്പട് ദൗഡ് ലഗാ രഹാ ഹേ, ചട്പട് എന്ത് ചെയ്യണം? ഓടുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുക, ഓടിക്കൊണ്ടിരിക്കുക. ചട്പട് ഓർ നടുക്കട് ദൗഡ് ലഗാത്താ ഹേ, ചട്പട് നടുക്കട് എന്ത് ചെയ്യുന്നു? ഓടുന്നു. ചട്പട് ഓർ നടുക്കട് ദൗഡ് ലഗാ രഹാ ഹേ, 2 പേരും ഓടുകയാണ്. മച്ഛലി തൈർത്തി ഹേ, മത്സ്യം നീന്തുന്നു. മച്ഛലി തൈർ രഹി ഹേ, മത്സ്യം നീന്തുകയാണ്. നദിയ ബഹത്തി ഹേ, നദി ഒഴുകുന്നു. നദിയ ബഹ് രഹി ഹേ, നദി ഒഴുകുകയാണ്. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥവ്യത്യാസം. ഇങ്ങനെ തുടർച്ചയാണത്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം. നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കർ ലിഖിയും എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. നടുക്കട് രോത്താ ഹേ,
അതുപോലെ നമ്മളിവിടെ ആ രഹേഹേ എന്നുണ്ടല്ലോ, സ്കൂൾ സേ ആ രഹേഹേ, അതുപോലെ താന്നുള്ളത് നമ്മൾ രഹ കൊടുത്തിട്ട് എഴുതണം. നടുക്കട് രോത്താഹേ, നടുക്കട് രോ രഹാഹേ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അർത്ഥാണ് വരിക. നടുക്കട് കരയുന്നു, നടുക്കട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നടുക്കട് രോ രഹാഹേ, നടുക്കട് രോ രഹാഹേ, അതാണ് ഇവിടേക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെയുള്ള ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? നടുക്കട് രോ രഹാഹേ. അടുത്തത് ചട്പട് ആർ നടുക്കട് സ്കൂൾ സേ ആ രഹേഹേ എന്നാണ്. സ്കൂളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി വരുന്നു എന്നുള്ള അർത്ഥത്തിൽ എഴുതണം. ചട്പട് ആർ നടുക്കട് സ്കൂൾ സേ ആത്തേ ഹേ. ഇനി അടുത്തത് വരുന്നത് നാവ് ചൽ രഹി ഹേ, നാവ് ചൽ രഹി ഹേ. ആൻസർ വരുന്നത് എന്താണ്? നാവ് ചൽ രഹി ഹേ. सर्दियां शुरू होती है, सर्दियां शुरू होती है, सर्दियां शुरू हो रही है, सर्दियां शुरू हो रही है. അപ്പം ആൻസർ ഒന്നുകൂടെ നോക്കാം. നടുക്കട് രോ രഹാ ഹേ, चटपट और नड़कड़ स्कूल से आते हैं, नाव चलती है, नदियां शुरू हो रही है. ഇനി അടുത്ത ചോദ്യം बातचीत लिखिए എന്നാണ്. माम ले नड़कड़ ने घर पहुंचकर रास्ते की सारी घटनाएं माम की बता दी, दोनों के बीच की बातचीत लिखे. നടുക്കട് വീട്ടിലെത്തിയിട്ട് രാസ്തേക്ക് സാരി ഘടനായ, വഴിയിൽ നടന്ന എല്ലാ സംഭവങ്ങളും അമ്മയോട് പറയാണ്. അപ്പൊ അമ്മയും നടുക്കടും തമ്മിലുള്ള ബാച്ചിത്താണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ബാച്ചിത്ത് നോക്കാം. ചട്പട് മാം ഓ മാം, ചട്പട് എന്ത് ചെയ്യാണ്? അമ്മേനെ വിളിക്കാണല്ലേ, അമ്മേന്ന് വിളിക്കാണ്. മാം അരേ ദോനോ ആങ്കയെ, ആ രണ്ടുപേരും വന്നോ. ചട്പട് മാം ഏക് ബാത്ത് ബതാവോ, അമ്മേ ഒരു കാര്യം പറയാനുണ്ട്, ഒരു കാര്യം പറയട്ടെ ചോദിക്കാണ്. മാം ക്യാ ബാത്ത് ഹേ ബേട്ടാ ബതാവോ, എന്താണ് കാര്യം മോനെ പറയൂ. നടുക്കട് സ്കൂൾ സേ വാപ്പസ് ആത്തേ വക്ത്, മേ എന്നാണ് കേട്ടോ, രണ്ട് വരണ്ടേ. മേ ഗിർ പട, സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ വീണു. കഹാം എവിടെ, പാനീമേ വെള്ളത്തിൽ, ക്യാ കൈസേ എന്ത്, കൈസേ എങ്ങനെ, മേം നദി മേം നാവേം ബഹാരക, ഞാൻ നദിയിൽ തോണികൾ ഒഴുക്കുകയായിരുന്നു. മാം ഫിർ എന്നിട്ട്. നടുക്കട് പറയാണ് ഭയ്യ ബുലാത്തെ സമയമേ മുടുത്തേ വക്ത് പാനിമേ ഗിര, ചേട്ടൻ വിളിച്ച സമയത്ത് ഞാൻ തിരിഞ്ഞ സമയത്ത് എന്തുണ്ടായി, മുടുത്തേ വക്ത് തിരിഞ്ഞ സമയത്ത്, പാനിമേ ഗിര വെള്ളത്തിൽ വീണു. മാം ക്യാ തബ് ബായി കഹാന്ത, എന്ത് അപ്പോൾ ചേട്ടൻ എവിടെയായിരുന്നു. നടുക്കട് പുൽ പർദ പാലത്തിലായിരുന്നു. മാം ഫിർ പിന്നീട്. നടുക്കട് പറയാണ് ഭയ്യാനെ പാനിമേ കൂതുക്കർ മുജേ ബച്ചായ, ചേട്ടൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി എന്നെ രക്ഷിച്ചു. ഹേ ഭഗവാൻ തും സദാ ഭയ്യാക്കെ സാത്ത് ഹി ചലോ ബേട്ട, നീ എപ്പോഴും ചേട്ടന്റെ കൂടെ തന്നെ നടക്കൂ മോനെ എന്നമ്മ പറയാണ്. നടുക്കട് ടീക്ക് ഹേ മാം, ശരിയമ്മ. ഈ സംഭാഷണം കുറച്ച് കൂടുതലുണ്ട് എന്ന് തോന്നുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം എടുത്ത ക്ലാസ്സിൽ ഇതുപോലെ തന്നെ സംഭാഷണം തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ്, കുറഞ്ഞ സെൻറ്റൻസിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് ആവശ്യമുള്ളവർ ആ ക്ലാസ് എടുത്തിട്ട് കാണുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഓഡിയോ ബനായേം എന്നാണ്. അത് നിങ്ങൾ സ്കൂളിൽ ടീച്ചർ പറയുന്നത് പോലെ ചെയ്യുക. അബീസ് കഹാനിക്ക ഓഡിയോ തയ്യാർ കരീം. അപ്പം നമ്മളിതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നോക്കിക്കഴിഞ്ഞു. ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.